ആ അപ്പോ മെഹന്തി തുടങ്ങാം അല്ലേ? രോഹിണി എൻട്രി ചെയ്യാത്തതുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കുകയാണ്. എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മെഹന്തിയും നാളത്തെ കല്യാണവും ഒക്കെ നമുക്ക് ഗംഭീരമാക്കണം. അതിനല്ലേ ചെറിയമ്മേ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഞാനിത് പറയാൻ കാരണം കുറെ കരഞ്ഞവളാ എന്റെ ഈ മീനാക്ഷി. ഒരു പ്രത്യേക സാഹചര്യത്തില് കാർത്തിക് ഇവളെ താലി കെട്ടി. അന്ന് കരഞ്ഞതിനൊക്കെ പ്രതിഫലമായി ഇനി ഇവള് ചിരിക്കണം, ഒരുപാട് സന്തോഷിക്കണം. അന്ന് കാർത്തിക് മീനാക്ഷിയെ കല്യാണം കഴിക്കുമ്പോൾ ഈ വക ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മറ്റൊരു ഡ്രാമയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം നടത്താൻ മുൻകൈ എടുത്തതും ഇതെല്ലാം കെങ്കേമമാക്കാൻ ആഗ്രഹിക്കുന്നതും. ഒരഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒന്നും ഇന്നും നാളെയും പാടില്ല. നീ ഒരുപാട് കരഞ്ഞതിന് ദൈവം നൽകുന്ന വരദാനമാണിത്. ബൈബിളിൽ പറയുന്നുണ്ട്, കണ്ണീരോടെ വിതച്ചതെല്ലാം ആർപ്പോടുകൂടി കൊയ്യുമെന്ന്. അപ്പോ ആദ്യം മൈലാഞ്ചി, തുടർന്ന് കലാപരിപാടികൾ. ആ എല്ലാവരും എത്തിയില്ലേ? എല്ലാവരും ഉണ്ട് ചെറിയമ്മേ. അല്ല, മൈഥിലിയെ കണ്ടില്ലല്ലോ അമ്മേ. ഒരു മാങ്ങാത്തൊല്ലി മൈഥിലി. എന്ത് പറഞ്ഞാലും മൈഥിലി മൈഥിലി മൈഥിലി. എന്താ അമ്മേ ഇത്? അവൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ? എന്തുകൊണ്ട് അവളെ വിളിച്ചില്ല? അവളെ എന്താ വെറ്റിലും പുകലയൊക്കെ എടുത്ത് കാഴ്ച വെച്ച് സ്വീകരിക്കണം? സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി. അവളിവിടെ എല്ലാ കാര്യത്തിനും വരുന്നുണ്ട്, പിന്നെ ഇതിന് മാത്രം പ്രത്യേകം ക്ഷണിക്കണം? അതല്ലമ്മേ, ഈ മെഹന്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് താല്പര്യമുള്ള കാര്യം. അവളെയും കൂടി ഒന്ന് വിളിച്ചാലെന്താ? അവളോട് ഇവിടെയുള്ളവർക്ക് ചിറ്റമ്മ നിയമമാ. പിന്നെന്താ, അവളോട് ഞങ്ങൾ അങ്ങോട്ട് പെറ്റമ്മ നയം കാണിക്കണം. അവളീ തറവാടിനെ ഏൽപ്പിച്ച മുറിവൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല. നീ സപ്പോർട്ടും കൊണ്ട് വന്നേക്കരുത്. മേമയോടെ നിൽക്കുന്നുണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. പറഞ്ഞേക്കാം. മതി മതി. അവളോടിപ്പോ വേണ്ടത് ശാന്തമായ ഒരു സമീപനമാണ്. കാർത്തി, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ശരി. ഹലോ, മൈഥിലി. ഇവിടെ മെഹന്തി തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ഉണ്ട്. എന്നിട്ട് ശരി.
ഈ മൈഥിലി ഇതെവിടെ പോയി? എല്ലാരും എത്തിയല്ലോ. ശരിയെന്നാ, ഓക്കെ. മൈഥിലി, ദൈവമേ, ഞാൻ ഫോൺ ചെയ്യുന്നത് എങ്ങാനും ഇവൻ കണ്ടോ? എങ്കിൽ പെട്ടു. മൈഥിലി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഹാവൂ, ആശ്വാസം. ഈ പൊട്ടനെ ഞാൻ ഫോൺ ചെയ്തത് മനസ്സിലായിട്ടില്ല. മൈഥിലി, എന്താ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ മൈലാഞ്ചി കല്യാണത്തിൽ പങ്കെടുക്കാത്തതെന്ന്? ഞാനെന്തിനു പങ്കെടുക്കണം? ഞാനിവിടെ ആരുമല്ലല്ലോ. ആര് പറഞ്ഞു? ആര് പറയാൻ? എന്നെ അവിടെ എല്ലാവർക്കും പുച്ഛ. ആരും നിന്നെ കളിയാക്കില്ല. അതൊക്കെ നിന്റെ തോന്നല. വാ, ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് നീ വാ. ഞാൻ വരുന്നില്ല. മൈഥിലി, ഇങ്ങനെ മാറി നിൽക്കരുത്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? നീ വന്നേ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? മൈഥിലി വരണം. വന്നേ പറ്റൂ. നീ വാ, വരാൻ. കാർത്തി, നീ ഇങ്ങ് വന്നേ. വാ. കാർത്തി എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് എല്ലാവരും കാണണം, പ്രത്യേകിച്ച് ആ മീനാക്ഷി. വാ. എല്ലാവരും കാണുന്നതിന് മുമ്പ് ഇവ എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടല്ലോ. നാശം. ഛെ. മോളെ, ശരിയമ്മ. അത് കൊള്ളാം അല്ലേ സാവിത്രി? എന്താ എടുത്തി എന്നോട് കൂടെ പറ. ഇനി വന്ന്. എന്താണ് ഇതൊക്കെ? ഇതെന്താടാ സ്വകാര്യം പറയുന്നത്? മീനാക്ഷിക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ട് ചെറിയമ്മയാണ് മൈലാഞ്ചി കല്യാണം ഉദ്ഘാടനം ചെയ്യുന്നത്. മലർക്കാലം പോലെ വിരൽ തുമ്പാലെ നെഞ്ചിനെ മലർക്കാലം പോലെ മലർക്കാലം പോലെ വിരൽ തുമ്പാലെ നെഞ്ചിനെ മലർക്കാലം പോലെ മൈഥിലിയും മീനാക്ഷിക്ക് മൈലാഞ്ചി ഇടണം. നിനക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇട്ടോ. ഞാനില്ല, എന്നെ അതിന് പ്രതീക്ഷിക്കാൻ വേണ്ട. നീ വേണ്ടെന്ന് പറഞ്ഞ ഇവിടെ ഉള്ളവർ എന്ത് വിചാരിക്കും? ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ അതിനർത്ഥം? മീനാക്ഷിയെ പോലൊരു അനാഥ പെണ്ണിന് മൈലാഞ്ചി ഇടാൻ ഞാൻ വരില്ല. നീ എല്ലാവരും ഉള്ളവളാണെന്നാണോ പറഞ്ഞു വരുന്നത്?
മൈഥിലി, നീ മീനാക്ഷിക്ക് മൈലാഞ്ചി ഇട്ടാൽ നീ മനസ്സുകൊണ്ട് വലിയവളാണെന്ന് എല്ലാവരും പറയും. നീ സന്തോഷവതിയായി നിൽക്കണം. എന്നാൽ നിനക്ക് വന്നു ചേർന്ന നാണക്കേട് മാറിക്കിട്ടുകയും ചെയ്യും. ആ, ഇനി ഞാൻ എന്റെ മീനാക്ഷിക്ക് മൈലാഞ്ചി എടുത്തേ. ഓ പിന്നെന്താ, കേറി വാ. രണ്ടമ്മമാരും ചെന്ന് മകനെ പിടിച്ചോണ്ട് വാ. എടാ മോനെ, വാടങ്ങോട്ട്. ദേവകി യശോദേ, ഇതിലേതാ ഈ ഗോപാലന്റെ അമ്മ? ഞാൻ ഇവനെ പെറ്റത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ദേ പരുന്ത് റാഞ്ചും പോലെ ദേ ഇവര് ഈ യശോദ റാഞ്ചിക്കൊണ്ടങ്ങ് പോയി. പിന്നെ എനിക്ക് കണി കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഇന്നത്തേത് കഴിഞ്ഞ നാളെ മുതല് നീ ലൈഫ് ലോങ് ഈ മീനാക്ഷിക്ക് മൈലാഞ്ചി ഇട്ടു. സ്വരം കാതിൽ നിന്നീളം ഒരു തീയായി താനേ. എടി മീനാക്ഷി, നിന്റെ ഈ സന്തോഷം അധികകാലം നിലനിൽക്കലടി. നിന്നെ ഞാൻ കരയിപ്പിക്കും. നിന്റെ മനസ്സിലുള്ളത് എനിക്ക് വായിക്കാടി. നീ കൺകുളിർക്കെ കണ്ടു നീ കരയിപ്പിച്ച 2 പേരുടെ ചിരി. നന്നായിരിക്കുന്നു, എനിക്ക് വലിയ ഇഷ്ടായി. വളരെ നല്ലതാ അല്ലേ സാവിത്രി? നന്നാവാതിരിക്കോ? ഈ ഇരിക്കുന്ന മുതലാരാ? ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയമ്മയുടെ ചെറുമോനല്ലേ? വരകളുടെ മഹാറാണിയുടെ കുഞ്ഞു മകൻ. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയുമായിട്ട് ഇവക്കൊരു ബന്ധമില്ലായിരിക്കും അല്ലേ? അല്ല, ഓ, ഇങ്ങനെ അന്യോന്യം പൊങ്ങച്ചം പറയുന്നൊരു വീട്. ഇത് ചെമ്പകമംഗലമൊന്നുമല്ല, തള്ളുമംഗലോ. എനിക്കൊരാഗ്രഹമുണ്ട് ACP. Tell me, what do you want? അങ്ങോട്ട് പറ മോളെ. ഓ, ആകാശത്ത് നിൽക്കുന്ന അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കണമെന്നായിരിക്കും ഇവള് പറയാൻ പോകുന്നത്. ഇവൻ ചാടി തലയും തല്ലി വീഴുകയും ചെയ്യും. മോള് പറ മീനാക്ഷി, എന്താ നിന്റെ ആഗ്രഹം? ACPയുടെ കയ്യില് ഞാൻ മൈലാഞ്ചി ഇടും. ആഹാ,
അതെങ്ങനെ ശരിയാവും മോളെ? അവന് ഓഫീസിൽ പോവാനുള്ളതല്ലേ. മറ്റുള്ളവര് കണ്ടാ കളിയാക്കില്ലേ? പെണ്ണുമ്പിള്ള പറയുന്നതും കേട്ട് നടക്കുന്ന ഒരു പണുകുണാഞ്ചൻ പോലീസാണെന്ന് മറ്റുള്ളവര് പറയും. അങ്ങനെയൊന്നും ആരും പറയില്ല. നീ പറയാതിരുന്നാ മതി. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട്. ACP കൂടെ മൈലാഞ്ചി ഇട്ടാലേ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല ചേർച്ചയാവും. പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാ. ആ കൈ നീട്ടി കൊടുക്കടാ കാർത്തി. മോളുടെ ആഗ്രഹം നടക്കട്ടടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല പെണ്ണമ്മാവ. മീനാക്ഷിയുടെ ആഗ്രഹം നടക്കട്ടെ. ദാ. ആ അങ്ങനെ. ആ ഇങ്ങനെ നാട്ടിലില്ലാത്തൊരു ഭർത്താവ്. തിരിയുടെ കതിരൊളിയോ മൽച്ചേരുടെ തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്ന. എന്താ മൈലാഞ്ചി ഇടുന്നില്ലേ? അല്ലെങ്കിൽ വേണ്ട. ഈ മരുമകന്റെ കയ്യിലെ മൈലാഞ്ചി ഇടേണ്ടത് എന്റെ അച്ഛനാ, ACPയുടെ വല്യമാവൻ. ഓ ചെന്നവന് മൈലാഞ്ചിട്ട് കൊടുക്കും വലിയേട്ടാ. ചെല്ലേ. പൂന്തെന്നൽ വന്നാലും വാടാതെ വാ ഇട്ടു കൊടുക്കടാ. വാ വാ ഇട്ടോ. മധുരം പകരും. എന്നാ ഞാൻ വരച്ചോട്ടെ? അങ്ങോട്ട് ഇട്ടുകൊട്. ഇട്. ഇതുവഴി പോരുവതാരോ തിരിയുടെ കതിരൊളിയോ മൽച്ചേരുടെ തൊഴുതുണരാൻ എന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. വല്യമ്മാവനും വലിയൊരു ആർട്ടിസ്റ്റ് ആണല്ലേ. പിന്നെ ഈ നിൽക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകനല്ലേ ഞാൻ. നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ തരൂ. അയ്യോ, എന്റെ കുഞ്ഞ്. മോളെവിടെ ഇരിക്കുക? അമ്മ പോയി നോക്കിട്ട് വരാം. അല്ല, അത് വേണ്ടമ്മേ. കുഞ്ഞിന്റെ ഫുഡിന്റെ അളവൊന്നും കൃത്യമായിട്ട് അമ്മയ്ക്ക് അറിയില്ല. അതിന് ഞാൻ ചെന്നാലേ പറ്റൂ. കണ്ടില്ലേ, കുഞ്ഞ് കരഞ്ഞപ്പോ പെറ്റമ്മയ്ക്ക് യാതൊരു ഫീലിങ്സും ഇല്ല. പോറ്റമ്മയ്ക്ക് ആ ഫീലിങ്സ്. ആ ഓടിപ്പോയവളാ യഥാർത്ഥ അമ്മ. ഈ വാത്സല്യം എന്ന വികാരം ഉണ്ടാവാനേ പ്രസവിക്കണ്ട. അതിനുള്ള ഏക തെളിവാ മീനാക്ഷി. ഇതൊക്കെ മനസ്സിന്റെ പ്രശ്നം അമ്മേ. മനസ്സില് കരുണ ഉണ്ടാവണം. ഓ, ഒരു കരുണാകരിയായ കൃപാകരി നിൽക്കുന്നു, യക്ഷിയെ പോലെ. കുഞ്ഞു കരയുമ്പോഴും അവൾ അവളുടെ സൗന്ദര്യം ശ്രദ്ധിക്കുക.
എന്തു തരം സ്ത്രീയാ ഇവള്? ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേക ജീവി.